ഒരിടയ്ക്ക് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റൊക്കെ തുറന്നു നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോയുടെ റീല് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ ബ്രോക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സെബിയും ഓഡിറ്റും എക്സ്ചേഞ്ചും ഒക്കെ ഉണ്ടായിട്ടും ചില ബ്രോക്കേഴ്സ് സ്കാമുകൾ നടക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ ഓഡിറ്റോ സ്ക്രൂട്ടണിയോ ഒന്നും ഇല്ലാത്ത ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ ക്രിപ്റ്റോ വാങ്ങണോ വേണ്ടിയോ, അത് ഇന്ത്യയിൽ അത് ലീഗലാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. ഡെൽറ്റ എക്സ്ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെൽറ്റ എക്സ്ചേഞ്ച് ആക്ച്വലി ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോസ് അല്ല അവിടെ ആക്ച്വലി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. എന്നാൽ ക്രിപ്റ്റോനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിറ്റ് കോയിനെയും അല്ലെങ്കിൽ സൊലാനോനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചേഴ്സോ ഓപ്ഷൻസോ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഡെൽറ്റ എക്സ്ചേഞ്ച്. ഇത് സെബിയുടെ അപ്രൂവൽ ഇല്ലെങ്കിലും ഇത് ഇന്ത്യയിൽ ലീഗലായിട്ട് തന്നെ FCA ഒക്കെ അപ്രൂവൽ കിട്ടിയിട്ട് INR തന്നെ ലീഗലായിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. പക്ഷേ അപ്പോൾ നന്നാലും ഇതിൻ്റെ കുറേ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊക്കെ എങ്ങനെയാണ്, എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റൊക്കെ തുറന്നു നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോയുടെ റീല് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ആണോ? എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ വീനുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ വരെ എൻ്റെ അടുത്ത് വന്നിട്ട് മാം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നൊക്കെ ഒന്ന് ചോദിക്കും. അതെ അതെ. അപ്പോൾ ഞാൻ നീയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, പിന്നെ ക്രിപ്റ്റോ അടിപൊളി എന്നുള്ള രീതിയിലൊക്കെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൊറോണയ്ക്ക് മുമ്പ് ക്രിപ്റ്റോ ഒരു തവണ ഓൾ ടൈം ഹൈ അടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്രിപ്റ്റോയ്ക്ക് സ്വീകാര്യത കിട്ടി. കാരണം 10 പൈസ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ്റെ വാല്യൂ 67,000 രൂപയിലോട്ടൊക്കെ എത്തിയതിൻ്റെ ഒരു അലയിലാണ്. അതിനുശേഷം കൊറോണ ക്രാഷിൽ അവിടെ നിന്ന് കൂപ്പ് കുത്തി 14,000 ലെവലിലോട്ടൊക്കെ ക്രിപ്റ്റോ വീഴുകയും ആഫ്റ്റർ ദാറ്റ് 4 വർഷത്തിന് ശേഷം വീണ്ടും ഓൾ ടൈം ഹൈ എത്തി. ഈ ക്രിപ്റ്റോ വീണ്ടും ഒരു പീക്കിലോട്ട് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മുടെ ട്രംപ് അണ്ണനാണ്. ട്രംപ് അണ്ണൻ എലോൺ മസ്കിൻ്റെ കൂടെ ചേർന്ന് ട്രംപ് അണ്ണൻ ഇതിൻ്റെ ഒരു വലിയൊരു പ്രൊമോട്ടറായി മാറുകയും ലോകത്തെ എല്ലാ സ്ഥലത്തും ക്രിപ്റ്റോനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ആക്ച്വലി ക്രിപ്റ്റോയ്ക്ക് വീണ്ടും ഈ ഒരു സ്വീകാര്യത വന്നത്. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ വാങ്ങണോ വേണ്ടിയോ, അത് ഇന്ത്യയിൽ അത് ലീഗലാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. RBI ഇതിനെ ഒരു പരിധി വരെ ലീഗലാക്കി വെച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. കാരണം ഇതിനെ ടാക്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു. ഒരു സാധനം രാജ്യം ടാക്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത് അത് ലീഗലാകുമ്പോഴാണ്. ടാക്സ് ഭയങ്കര ഹൈ ആണ് ആക്ച്വലി. 30%. അതായത് ഗാംബ്ലിങ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ Dream11 ഗെയിമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന അതേ ടാക്സ് ക്രിപ്റ്റോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. 30% ടാക്സ് അടയ്ക്കണം. എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും 30% ടാക്സ് അടയ്ക്കണം. പ്ലസ് TDS എന്തുകൊണ്ട് എക്സ്ചേഞ്ചുകൾ തന്നെ 2%, 1% കണ്ട് TDSും കൂടി കട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് ടാക്സ് കൊടുത്തുകൊണ്ട് ക്രിപ്റ്റോ ചെയ്ത് പ്രോഫിറ്റബിൾ ആകുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ നമ്മൾ ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ കേസ് പറയുമ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് എനിക്ക് തോന്നുന്നു ഓൾറെഡി 4 വർഷത്തോ 5 വർഷം എന്തോ ആയി മാർക്കറ്റിൽ. എനിക്ക് ക്രിപ്റ്റോ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസിൽ ഒന്ന് മാത്രമാണ് ഡെൽറ്റ എക്സ്ചേഞ്ച്. ബിനാൻസ്, അതായത് ഇതിനു മുമ്പ് വോൾട്ട് എന്ന് പറഞ്ഞൊരു ബ്രോക്കർക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ കാരണം ഒരുപാട് പേർക്കൊരു ടെൻഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഒരുപാട് പൈസ പോയ ആളുകൾ നമുക്ക് പേഴ്സണലി തന്നെ അറിയാവുന്ന ആളുണ്ട്. 10-70 ലക്ഷം രൂപ വരെ അടിച്ചുപോയി. ആരോട് പോയി പരാതി പറയും? അതെ, ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് വാൾട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യും. വാൾട്ടിൽ ക്രിപ്റ്റോയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഈ SIP പോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഹ്യൂജ് ലിവറേജ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ വോൾട്ടിനെ പ്രൊമോട്ട് ചെയ്ത ആളുകൾ ഇന്ത്യയിലും കേരളത്തിലുള്ള ഒരുവിധം എല്ലാ വലിയ ഇൻഫ്ലുവൻസേഴ്സും വാൾട്ടിനെ പ്രൊമോട്ട്. പക്ഷേ ഇതുവരെ ഒരു ഇത് കേൾപ്പിക്കാതെ നിൽക്കുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ഒരിക്കൽ കേൾപ്പിക്കാം ഇല്ലാന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. നമ്മൾ ആ സമയത്തും ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ചെയ്ത്, പക്ഷേ ഞാൻ വോൾട്ടിൽ മറ്റേ ഷിബ് കോയിൻ കുറച്ച് വാങ്ങിച്ചു. പിന്നെ അതെന്തോ ചെറിയ $1 എന്തോ വാൾട്ടിന്റെ മെയിൽ ഇപ്പോഴും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഫിയർ ഫാക്ടർ ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ത്യൻ ബ്രോക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സെബിയും ഓഡിറ്റും എക്സ്ചേഞ്ചും ഒക്കെ ഉണ്ടായിട്ടും ചില ബ്രോക്കേഴ്സ് സ്കാമുകൾ നടക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ ഓഡിറ്റോ സ്ക്രൂട്ടണിയോ ഒന്നും ഇല്ലാത്ത ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ അന്നും ക്രിപ്റ്റോ ചെയ്യുന്നതിന് മുമ്പ് പറയുന്നത് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ലാത്ത കുറച്ച് പൈസ ടോട്ടൽ അസറ്റിന്റെ ഒരു 1-2% എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചാലോ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നാൽ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ആണ് ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. ഇന്ത്യൻ കറൻസിയിൽ
നമ്മൾ ബിറ്റ് കോയിൻ്റെ ഓപ്ഷൻസ് വാങ്ങുകയും സെല്ലിങ്ങും ബൈയിങ്ങും ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ബൈയിങ് സെല്ലിങ് ചെയ്യാം. അപ്പോൾ ഗുണം എന്താണ്? നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ക്രിപ്റ്റോ വാങ്ങി വിറ്റിട്ടല്ല നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, നമ്മൾ കോൺട്രാക്റ്റാണ് വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ ടാക്സിൻ്റെ അണ്ടറിൽ നമ്മൾ വരില്ല. ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റും ലോസിന് മാത്രം നമ്മൾ നോർമൽ ബിസിനസ് ടാക്സ് മാത്രം കൊടുത്താൽ മതി. ഇത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ 100% സേഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. സീരിയസ്ലി അവിടെ ചിലപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു റിസ്ക് വേണമെങ്കിൽ അവിടെ എടുക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, ഇത് 24/7 ഉണ്ട്. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് രാത്രി വന്നിരുന്നിട്ട് വേണമെങ്കിൽ ക്രിപ്റ്റോ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് ഒരു 10 മണി മുതൽ, രാവിലെ 10 മണി മുതൽ ഒരു രാത്രി 11 മണി വരെയുള്ള സമയത്ത് നല്ല ലിക്വിഡിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ DK എഫക്റ്റ് ഒക്കെ ഇതിൽ കിട്ടുമെന്ന്. യെസ്, ഇന്ത്യയിൽ ഓപ്ഷൻസ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ അടിപൊളിയായിട്ട് ക്രിപ്റ്റോയിൽ ഓപ്ഷൻസ് ചെയ്യാം. പക്ഷേ അവിടുത്തെ പ്രശ്നം ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ലിക്വിഡിറ്റി മാത്രമേ ഉള്ളൂ. അതായത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഒരു എക്സ്ചേഞ്ച് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ NSE എന്ന് പറയുന്ന പോലെയാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് ട്രേഡ് ചെയ്യുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ലിക്വിഡിറ്റി പമ്പ് ചെയ്യുന്ന വേറെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സൊക്കെ ഇല്ല. ഓപ്ഷൻസിൻ്റെ ഡേറ്റയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ട്രേഡേഴ്സ് പരസ്പരം മത്സരിക്കുന്ന രീതിയാണ്. ഡെൽറ്റ എക്സ്ചേഞ്ചിന് അതിൻ്റെ ബ്രോക്കറേജാണ് അവരുടെ ലാഭം. എന്നാൽ ഫ്യൂച്ചേഴ്സിലോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറിന് മറ്റ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ട്. കാരണം മറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ലിക്വിഡിറ്റി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ്. സമയമുണ്ടെങ്കിൽ ഒരു ട്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ അവരുടെ തന്നെ കുറേ ആൽഗോ ട്രേഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഡെയിലി എക്സ്പയർ ചെയ്യാം, എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്കത് ഉണ്ടായിട്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സങ്കടം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ബിറ്റ് കോയിൻ്റെയൊക്കെ എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം. ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണ്. ഒരു ബിഗിനർ പോയിട്ട് ഇതിൽ കൊണ്ടുപോയി തല വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. എന്നാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്ത്യയിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ വളരെ സ്ക്രൂട്ടണിയോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൈസയും കൊണ്ട് ക്രിപ്റ്റോ ഓപ്ഷൻസിലിട്ട് ചെയ്യാതെ ഒരു ചെറിയ എമൗണ്ടൊക്കെ വെച്ച് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്കത് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതെ ക്രിപ്റ്റോൻ്റെ ഓപ്ഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ ഒരു 3 വർഷം മുമ്പ് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ല ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് പക്ഷേ നമ്മൾ ഡോളറിലാണ് ക്രിപ്റ്റോ ചെയ്യുന്നത്. അന്ന് അത് ലീഗൽ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ലാഭമൊക്കെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ഫെമയുടെ നിയമപ്രകാരം ഇന്ത്യൻ കറൻസി മറ്റ് കറൻസിയിലോട്ട് ട്രേഡിങ്ങിന് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് അവർക്ക് എന്ത് INR-ൽ തന്നെ ട്രേഡ് ചെയ്യാം. അപ്പോൾ എന്താണ് അത് ലീഗലൈസ്ഡായി, കുറേയൊക്കെ ലീഗലായി എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചുകൊണ്ട് സെബിയുടെ അപ്രൂവൽ കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് അപ്രൂവൽസ് കിട്ടിയിട്ടുണ്ട്. ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ അപ്രൂവൽ കൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫൈൻ, നമുക്ക് കോടതിയിൽ പോവാം, അവർക്കെതിരെ കേസ് കൊടുക്കാം. 2018 മുതലെങ്കിലും അവർ മാർക്കറ്റിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓഡിയൻസ് തീരുമാനിക്കട്ടെ. നിങ്ങൾ പറയൂ, നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നവരാണോ? ഡെൽറ്റ ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിനെ കുറിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ഒരു ചെറിയ എമൗണ്ട് ഇട്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്യുക, അല്ലാതെ കണ്ണും പൂട്ടി അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് വീട്ടിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.